നമസ്കാരം. സത്യം പറഞ്ഞാൽ നാണക്കേടും ഭീതിയും തോന്നുകയാണ് കേരളത്തിൽ ജീവിക്കാൻ. കിരാത ഭരണം എന്നൊക്കെ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ വായിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ 9.5 കൊല്ലങ്ങളായി ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് നരകയാതനയും കിരാത ഭരണവുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഇനി കഷ്ടിച്ച് 3-4 മാസങ്ങൾ മാത്രമാണുള്ളത്. കഴിഞ്ഞ 10 കൊല്ലങ്ങളായി കുടുംബസമേതം അധികാരത്തിന്റെ ലഹരി നുണഞ്ഞ് മത്തുപിടിച്ച പിണറായി വിജയന് അധികാരമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി കഴിയില്ല. കമ്മ്യൂണിസം കൊടികുത്തിവാണ പശ്ചിമ ബംഗാളിനെ തകർത്തു തരിപ്പണമാക്കാൻ മാറി മാറി ഭരിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കും ജ്യോതി ബസുവിനും 33 കൊല്ലങ്ങൾ വേണ്ടി വന്നെങ്കിൽ കേരളത്തെ തകർത്തു തരിപ്പണമാക്കാൻ സഖാവ് പിണറായി വിജയന് 10 കൊല്ലം തികച്ചു വേണ്ടി വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെടെ നാണം കെട്ട് തൊലിയുരിഞ്ഞ് നൂൽബന്ധമില്ലാതെ നിൽക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിനും CPM-നും മാധ്യമശ്രദ്ധയും ജനശ്രദ്ധയും മാറ്റണമെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിഷയം കൊണ്ടുവരണം. അതുമാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള കത്തി നിൽക്കുന്ന സമയത്ത് മറ്റൊരു വിഷയം കൊണ്ടുവന്നാൽ പഴയതെല്ലാം ജനങ്ങൾ മറക്കുമെന്നാണ് ഇവരുടെയൊക്കെ ചിന്ത. എന്നാൽ ജനങ്ങൾ മറക്കില്ലെന്ന് മാത്രമല്ല, കൂടുതൽ മിഴിവോടെ കഴിഞ്ഞതെല്ലാം ഓർക്കുകയും ചെയ്യും. ശനിയാഴ്ച അർദ്ധരാത്രിയിൽ പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്തത് ജനശ്രദ്ധ തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് നിസ്സംശയം പറയേണ്ടി വരും. അതിന് കൂട്ടുനിന്നത് മലയാളത്തിലെ മാമാ ചാനലുകളും. രാഹുലിനെതിരെ ഉയർന്ന പരാതികളിൽ വാസ്തവം എത്രത്തോളം ഉണ്ടെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. ഞായറാഴ്ച രാവിലെയോടെയാണ് രാഹുലിൻ്റെ അറസ്റ്റ് വിവരം പുറത്തു വരുന്നത്. അതിനുശേഷം ചാനൽ പരീക്ഷകൾ വേട്ടനായ്ക്കളെ പോലെ രാഹുലിന് പിന്നാലെയായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കേരള സന്ദർശന വാർത്തയ്ക്ക് പോലും അവിഹിത ഗർഭവാർത്തയുടെ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയും അവിഹിത ഗർഭത്തിൽ മറഞ്ഞു നിന്നു. ഇന്നലെ തിങ്കളാഴ്ചയും ചാനലുകൾക്ക് പഥ്യം അവിഹിത ഗർഭം തന്നെയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും സ്വർണ്ണക്കൊള്ള കേസിൽ സഖാവ് A. പത്മകുമാറിൻ്റെ ഉൾപ്പെടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധി വന്നു. മാത്രമല്ല, ശങ്കർദാസിനെ കുറിച്ചുള്ള രൂക്ഷമായ പരാമർശവും കോടതി ഉയർത്തി. അതോടെ മാധ്യമങ്ങൾക്ക് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാതെ ഗത്യന്തരമില്ലെന്നായി. എങ്കിലും മുൻതൂക്കം രാഹുലിൻ്റെ അവിഹിത ഗർഭം തന്നെ. പക്ഷേ വൈകുന്നേരത്തോടെ മറ്റൊരു PR വർക്ക് മാധ്യമങ്ങളിൽ തുടങ്ങി. ഇന്നലെ കൂട്ടുമന്ത്രിമാരെയും MLA-മാരെയും കൂട്ടി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ സത്യാഗ്രഹത്തിൽ അദ്ദേഹം കയ്യിൽ പിടിച്ചിരുന്ന ഒരു കപ്പ്, ആ കപ്പിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. പരിപാടിക്കിടെ ഈ കപ്പിലാണ് പോലും കാരണഭൂതൻ വെള്ളം കുടിച്ചത്. അതായത് രാഹുലിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആദ്യത്തെ പരാതിക്കാരി സമൂഹ മാധ്യമത്തിൽ കുറിച്ച വരികളാണത്ര ഇത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത വിവരം പുറത്തു വരുന്നത് ഞായറാഴ്ച രാവിലെ. ഞായറാഴ്ച ഡിജിറ്റൽ പ്രിന്റ് ചെയ്യുന്ന ഷോപ്പുകളൊക്കെ അവധിയായിരിക്കും. എന്നിട്ടും ഏതോ കട കുത്തി തുറന്ന് ഈ ഒരു വാചകം കപ്പിൽ പ്രിന്റ് ചെയ്ത് ഈ പരാതിക്കാരിയുടെ വാചകങ്ങൾ പ്രിന്റ് ചെയ്യിപ്പിക്കുകയും അത് കൃത്യമായി പിണറായി വിജയൻ പൊതുജനങ്ങൾ കാണെ പിടിക്കുകയും അത് വൈറലായെന്ന് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുകയും ചെയ്തത് PR വർക്കാണെന്ന് ആരും പറയുകയേയില്ല. എന്തായാലും ഇതോടെ അതിജീവിതയോടുള്ള പിണറായിയുടെ ഐക്യദാർഢ്യമാണ് തെളിയുന്നതെന്നായിരുന്നു മാധ്യമങ്ങളുടെ പ്രചാരണം. A. റഹീമും മന്ത്രിമാരായ സജി ചെറിയനും ശിവൻകുട്ടിയും ഒക്കെ ഈ കപ്പുമായി പിണറായി ഇരുന്ന് ചിരിക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. റാപ്പർ വേടൻ, ഈ വേടൻ ഗവേഷക വിദ്യാർത്ഥിനിയായ ഒരു യുവതിയെ പീഡിപ്പിച്ചിരുന്നു. ആ യുവതി മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി നൽകി. ആദ്യം ഡോക്ടറായ ഒരു യുവതി ഇവനെതിരെ പീഡന പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ ഇവൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് രണ്ടാമത്തെ പീഡന കേസ് ഉണ്ടാകുന്നതും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതും. ഗത്യന്തരമില്ലാതെ കേസെടുത്തു. പക്ഷേ അവന് മുൻകൂർ ജാമ്യം കിട്ടി. ഒളിവിൽ പോയ അവന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുമെന്ന് പോലീസ് ഗീർവാണം അടിക്കുമ്പോൾ കാമുകിയോടത്ത് പിറന്നാളാഘോഷിച്ച് അതിൻ്റെ ചിത്രങ്ങൾ അവൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. പിന്നീട് അവനെ സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ക്ഷണിച്ചു. മന്ത്രിമാർ അവനുമായി വേദി പങ്കിട്ടു. അവന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കൊടുത്തു. അങ്ങനെ വേടനെ തലയിലേറ്റി ചുമന്നു നടന്നു അന്തം കമ്മികൾ. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്ത അതിജീവിതമാർക്ക് നീതിയില്ല. ഏതോ രാജ്യത്തു നിന്ന് ഇമെയിൽ വഴി പരാതി കൊടുത്ത അതിജീവിതമാർക്ക് മിന്നൽ വേഗത്തിൽ നീതി. ഇവിടെയാണ് പിണറായി വിജയന്റെ ഇരട്ടത്താപ്പും കപടതയും പൊതുസമൂഹം അറിയേണ്ടത്. എടോ വിജയ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനെ വിളിച്ചതിന്റെ പ്രതികാരമാണ് ഇതൊക്കെ എന്നാണ് അന്തം കമ്മികൾ പറയുന്നത്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എടോ വിജയ എന്നുള്ളത് വളരെ അതായത് കമ്മികളുടെ ഭാഷയിൽ പറഞ്ഞാൽ തീവ്രത കുറഞ്ഞ അഭിസംബോധനയാണ്. അത് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്നുള്ളത് മാറ്റിവെക്കാം. അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ബഹുമാനിച്ച് എന്തായാലും അത്തരമൊരു പദപ്രയോഗമൊന്നും ആവശ്യമില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തെറ്റു തന്നെയാണ്. എന്തായാലും ചന്തയിലും തിരക്കുള്ള ബസ്സുകളിലും ആശുപത്രികളിലും എന്ന് വേണ്ട സാധാരണക്കാർ കൂടുന്ന എവിടെ ചെന്ന് നിന്നാലും അറിയാം പിണറായി വിജയനെ ജനങ്ങൾ എന്തൊക്കെ പേരിട്ടാണ് വിളിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ അടുത്ത തവണ അധികാരത്തിൽ കയറിപ്പറ്റാനുള്ള വെറുമൊരു തന്ത്രം
മാത്രമാണ്. പിണറായി വിജയൻ കപ്പിൽ വെള്ളം കുടിച്ചെന്നാണ് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നത്. അതിലെന്താണ് ഇത്ര അത്ഭുതം? നമ്മളൊക്കെ അണ്ടാവിലല്ലല്ലോ വെള്ളം കുടിക്കുന്നത്. നമ്മളും വെള്ളം കുടിക്കുന്നത് കപ്പിലും ഗ്ലാസ്സിലും ഒക്കെ തന്നെയാണ്. ഇനി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ പിണറായി വിജയനെയും ഭാര്യയെയും മകളെയും ചെറുമകനെയും പിടിച്ചിരുത്തി ഒരു ഇൻ്റർവ്യൂ അങ്ങ് നടത്തി. ആ ഇൻ്റർവ്യൂ വലിയ സ്വാധീനം ചെലുത്തി പൊതുജനങ്ങൾക്കിടയിൽ. അത് കാണുന്നവർക്ക് തോന്നും, എൻ്റെ ദൈവമേ, തങ്കം പോലെയുള്ള ഈ മനുഷ്യനെയാണല്ലോ ഞങ്ങൾ ഇതുവരെ തെറ്റിദ്ധരിച്ചിരുന്നത് എന്ന്. അതൊരു PR വർക്കായിരുന്നു. അതുതന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയില്ല. വിജയൻ ആരാണെന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം തങ്ങൾക്ക് എത്രമാത്രം നരകയാതനകൾ തന്നുവെന്നുമൊക്കെ സാധാരണക്കാരായ ജനങ്ങൾ പോലും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എത്രയൊക്കെ PR വർക്ക് നടത്തിയാലും ഇനി കേരളത്തിൽ ഇടതുപക്ഷം ഭരണത്തിലെത്താൻ പോകുന്നില്ല. പുറം കാലുകൊണ്ട് ജനം തൊഴിച്ചെറിയും, ഉറപ്പാണ്.